വെൺകരുത്തിന്റെ പൊൻതിളക്കവുമായി നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. So let's begin the show. This is Red Carpet. നവീന്റെയും ചെലങ്കയുടെയും കുറെ ഗെയിംസും വിശേഷങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. അവരുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമ്മൾ പോവാണ്. സോ രണ്ടുപേർക്കും വേദിയിലേക്ക് സ്വാഗതം. നവീൻ, ചിലങ്ക, അപ്പൊ നമ്മൾ റെഡ് കാർപ്പറ്റിൽ കുറെ വിശേഷങ്ങളും ഗെയിമൊക്കെ കളിച്ച് ഇങ്ങനെ നമ്മൾ ഹാപ്പി ആയിട്ട് പോവാണല്ലോ. അപ്പൊ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഞങ്ങളുടെ ഈ ഷോയിൽ വന്നിട്ട്? അടിപൊളിയല്ലേ? അടിപൊളിയാണ്. ഈ അതായത് സ്പോർട്സിനോടുള്ള താല്പര്യം എങ്ങനെയാണ്? സ്പോർട്സിനോടെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര താല്പര്യമുള്ള ആളാണെന്ന് ഞാൻ പറയില്ല. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ഫുട്ബോളും ക്രിക്കറ്റും ഒന്നും അങ്ങനെ അധികം കാണാത്ത ഒരാളാണ്. പക്ഷേ ഞാൻ ഇപ്പൊ ഫൈനൽസ് ഇതൊക്കെ വന്നു കഴിയുമ്പോ അങ്ങനെ ഇരുന്ന് കാണും. ചിലങ്കയ്ക്കോ ഗെയിംസ് കളിക്കാൻ ഇഷ്ടമാണ്? ആ മനസ്സിലെ കുട്ടിത്തം ഇങ്ങനെ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. കല്യാണം കഴിച്ചത് ഒരു പ്രശ്നമല്ല. ഗെയിംസ് ചെറുതായത്. അതെ, അപ്പൊ ഗെയിംസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സ്പിരിറ്റിൽ എടുക്കണം. ജയിക്കണം, ഒരാൾ തോക്കും, ഒരാൾ ജയിക്കും. അതാണ് നമ്മുടെ കളിയിൽ അല്പം കാര്യം. മറ്റേ കഴിഞ്ഞ ഗെയിമില് നീയാ ജയിച്ചത്, അതുകൊണ്ട് ഈ ഗെയിമിൽ ഞാൻ ജയിക്കാൻ ശ്രമിക്കും. മാക്സിമം തോറ്റു തരണം എന്നാണ്. അങ്ങനെ പറയാൻ പാടുണ്ടോ? ഒരു ഗെയിമിൽ ജയം ഉണ്ടെങ്കിൽ ഒരു ഗെയിമിൽ തോൽവിയുണ്ട്. പക്ഷെ തോറ്റു തരണം എന്ന് പറയരുത്. അതെ, നമുക്ക് ഗെയിമിലോട്ട് കിടക്കാം. യെസ്, നമുക്ക് ഇവരെ രണ്ടുപേരെയും കൂടി ഒരു കിടിലൻ ഗെയിമിലേക്ക് ഞാൻ ഇവരെ കൂട്ടിക്കൊണ്ടുപോവാണ്. റെഡി? സോ ബാറ്റും ബോളും വെച്ചിട്ടുള്ള ഗെയിമാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. ഈ സ്മൈലി ബോൾസ് കണ്ടോ? കണ്ടു. യെസ്, ആൻഡ് ഈ ബാറ്റ് കണ്ടോ? കണ്ടു. ഇനി ഇതിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാറ്റ് ഇങ്ങനെ പിടിക്കണം, ഈ ബോൾ ഇങ്ങനെ പിടിക്കണം. എന്നിട്ട് ഇവിടെയാണ് നിങ്ങളുടെ പോയിന്റ്. അവിടെ രണ്ട് ബാസ്കറ്റ് കണ്ടോ? കണ്ടു. ആ ബാസ്കറ്റിലേക്ക് നിങ്ങൾ ഇങ്ങനെ ബാറ്റും ബോളും ഇങ്ങനെ പിടിച്ചിട്ട് ഒറ്റ ഒരു ഷോട്ട്, ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാനാണ്, ഒന്ന് ഇട്ട് കാണിച്ചു നോക്കട്ടെ. ഒറ്റ ഒരു ഷോട്ടിൽ ഒറ്റ ഷോട്ടിൽ കേട്ടോ. എല്ലാരും ശ്രദ്ധിച്ചോളെ. ക്യാമറമാന്റെ തലയിലേക്കല്ല അടിക്കാൻ പറഞ്ഞത്. അല്ല, അങ്ങനെ അടിക്കരുത് കേട്ടല്ലോ. ഞാൻ ചെയ്ത പോലെ അല്ല കളിക്കേണ്ടത്. നിങ്ങൾ കൃത്യമായിട്ട് ബാസ്കറ്റിലേക്ക് ഇടണം. അപ്പൊ നവീൻ റെഡി അല്ലേ? റെഡി. ഭയങ്കര ഡിഫിക്കൽട്ട് ടാസ്ക് ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഒന്ന് ട്രൈ ചെയ്യാം. ജയിക്കണം. ഓക്കേ, മ്യൂസിക്. അയ്യോ എന്ന് പറയരുത്. ഹലോ, അയ്യോ, ഒരെണ്ണോ ഞാൻ ടാർഗറ്റ് ചെയ്തേക്കാം. വെരി ഗുഡ്. അടുത്തെത്തി. പറ്റും. നവീൻ ഇത് ഉറപ്പായിട്ട് വീഴും. ജസ്റ്റ് മിസ് കളിയാ. അടുപ്പിച്ച് വെച്ചേക്കണോണ്ടാ. എന്താ ഇപ്പൊ ചെയ്യുന്നത്? അടിപൊളി. നീ ഇങ്ങോട്ട് പോകുന്നു, ഇവിടെ നിൽക്കും. ചുമ്മാ തങ്ങിയെന്ന് തോറ്റാ പോരെ, അതിന് ഈ വീരവാദം വേണോ? ഭാഗ്യം. 1 2 3. അയ്യോ, ഈ രണ്ട് ബോളും കൂടി ഉള്ളൂ. ഓൺലി 2 balls. നാണം കെടുത്തരുത്. ഇത് വീണിരിക്കും ഉറപ്പാണ്. ഇത് വീണില്ലെങ്കിൽ എന്റെ മീശ ഞാൻ എന്താ ഇപ്പൊ കണ്ട? ഇപ്പൊ എനിക്ക് മനസ്സിലായില്ല എന്താ കണ്ടത്. അതിന്റെ ഉള്ളിൽ പോയിട്ട് തിരിച്ചു വന്ന മീശ വടിക്കുന്നു പറഞ്ഞ മീശ നീട്ടി വളർത്തുന്നു പറഞ്ഞത്. ഇത്രേ ഉള്ളൂ. അത് ഇഷ്ടമില്ല, ബോളിന് ഇഷ്ടമില്ല. വെല്ലുവിളി ബോളിന് ഇഷ്ടമില്ല. ഒരെണ്ണം നമ്മള് ഒരെണ്ണല്ലോ പറഞ്ഞത്. ശരി, അപ്പൊ എന്തായാലും നവീൻ അറക്കൽ ഒരു ബോള് വളരെ ഭംഗിയായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ചിലങ്ക എന്താണ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ഇഷ്ടം പോലെ ബോൾ ഇടും. ചിലങ്ക റെഡി? യെസ്. സോ ചിലങ്കയുടെ സമയം ഇവിടെ തുടങ്ങാൻ പോണ്. യുവർ മ്യൂസിക്. പറ്റും. ഒന്ന് മിണ്ടാതിരിക്കോ, എന്റെ കോൺസെൻട്രേഷൻ പോണു. ആയുധം വെച്ചിട്ടുള്ള കളിയാ. നേത് ഹിമാറിനെ എനിക്ക് കണി കണ്ടത്. അങ്ങനെ കുറച്ചുകൂടി സ്പീഡില്. അവളാണെങ്കിലും കുഴപ്പമില്ല.
അതിന്റെ കുറച്ചുകൂടി ഇത് height. എന്നിട്ട് ഇവിടെ മുകളിൽ വെച്ച് തട്ടി വെക്കും. ഓ ശ്ശോ, മുമ്പേ ഇവിടെ വെച്ചാണോ തട്ടി? കിട്ടി Yes, കിട്ടി. yes, yes. Yes! So, Oh, shoot. ഞാൻ രാജിവെച്ചേക്കണം. പറ്റും. ഇനി രണ്ട് balls കൂടി ഉള്ളൂ. രണ്ടെണ്ണം ഒറ്റ തട്ട്. Concentrate. അമർത്തി ഒരു തട്ട്. ഓ, കിട്ടി കിട്ടി കിട്ടി. ഇത് കിട്ടും. ഇത് ഉറപ്പാണ്. ഇവളെന്താ ഒരുമാതിരി വാവെടുത്ത പശുവിനെ പോലെ ഞാൻ വീഴ്ത്തും, നോക്കിക്കോ. You can. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ അതിന്റെ വിധി. Oh my God. ഈ രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ ഇത്രയും മനപ്പൊരുത്തം ഉണ്ടായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല. കാരണം നിങ്ങൾ രണ്ടുപേരും ഒരു പോയിന്റ് വെച്ചിട്ട് നേടിയിരിക്കുകയാണല്ലോ. അപ്പൊ അതിൽ ജയവും ഇല്ല തോൽവിയില്ല. സോ നമുക്ക് റെഡ് കാർപ്പറ്റിന്റെ സ്റ്റാർ പെർഫോമർ വിളിക്കാനുള്ള സമയമായിരിക്കാണ്. ആ കുട്ടി ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ പെർഫോം ചെയ്യാനായിട്ട്. അപ്പൊ നമുക്ക് വിളിക്കാം അല്ലേ? ഉറപ്പായിട്ടും. സോ റെഡ് കാർപ്പറ്റിന്റെ വേദിയിലേക്ക് വളരെയധികം സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം ശ്രീലക്ഷ്മി. നമസ്കാരം, ഞാൻ ശ്രീലക്ഷ്മി. ഞാൻ തൃപ്പൂണിത്തുറയിലാണ് താമസിക്കുന്നത്. വളരെ ചെറുപ്പം തൊട്ട് തന്നെ ഞാൻ വീണ അഭ്യസിച്ചു തുടങ്ങിയതാണ്. ഇപ്പോൾ വീട്ടിൽ വീണ ക്ലാസ്സസ് എടുക്കുന്നുണ്ട്. ഇതാണ് എൻ്റെ ഫാമിലി. അച്ഛൻ കങ്ങഴ വാസുദേവൻ നമ്പൂതിരി മൃദംഗം ആർട്ടിസ്റ്റാണ്. അമ്മയാണ് എൻ്റെ വീണയിൽ ഗുരു. അമ്മ ഇവിടെ അറൽവി മ്യൂസിക് കോളേജിൽ വീണ ഡിപ്പാർട്ട്മെൻറ്റ് HOD ആണ്. എനിക്കൊരു എൽഡർ ബ്രദർ കൂടെ ഉണ്ട്. ചേട്ടൻ കോയമ്പത്തൂർ ഫാമിലിയായിട്ട് സെറ്റിൽഡ് ആണ്. ചേട്ടൻ ഒരു വോക്കലിസ്റ്റാണ്. നമ്മൾ നാലാളും കൂടെ കച്ചേരി ചെയ്യാറുണ്ട്. ഞാനും അമ്മയും വീണയും. അച്ഛനും ചേട്ടനും മൃദംഗത്തിലും ഘടത്തിലും സപ്പോർട്ട് ചെയ്ത് ഒന്നിച്ച് കച്ചേരികൾ ചെയ്യാറുണ്ട്. ഇത് ഹസ്ബൻഡ് മഞ്ഞു, ഇൻട്രാക്ഷൻ ഡിസൈനറായിട്ട് വർക്ക് ചെയ്യുന്നു. ഹസ്ബൻഡിൻ്റെ ഫാമിലിയും ഇവിടെ തൃപ്പൂണിത്തുറയിൽ തന്നെ സെറ്റിൽഡ് ആണ്. അമൃത TVയുടെ റെഡ് കാർപ്പറ്റ് ഷോയിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. അതിന് അവസരം ഒരുക്കി തന്ന എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കും. കാർപ്പറ്റിലേക്ക് വളരെയധികം സ്നേഹത്തോടെ സ്വാഗതം. താങ്ക് യു. ശ്രീലക്ഷ്മി ഒരു വീണ ടീച്ചറാണ്, വർക്ക് ചെയ്യുന്നുണ്ട്, ഭാര്യയാണ്, ഇപ്പൊ ദാ ഒരു അമ്മയാവാൻ പോവാണ്. Wow, നമുക്ക് congrats. വളരെയധികം സന്തോഷമുണ്ട്. കാരണം നമ്മുടെ വേദിയിൽ ആദ്യമായിട്ടാണ് ഒരു പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു വുമൻ വന്ന് പെർഫോം ചെയ്യാൻ പോകുന്നത്. അത് ശരിക്കും വലിയൊരു കൈയടി. അതിന് കൊണ്ടുവന്ന ഹസ്ബൻഡിനും ഫാമിലിക്കും ഒക്കെ ഞങ്ങൾ നന്ദി പറയാണ്. നമുക്ക് കൂടെ വന്നിരിക്കുന്ന ഹസ്ബൻഡ് അല്ലേ, അദ്ദേഹത്തെ കൂടെ പരിചയപ്പെടാം. നമസ്കാരം. റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. താങ്കളുടെ പേര്? എന്റെ പേര് മന്യു എന്നാണ്. മന്യു അഭിമന്യുവിന്റെ മന്യു. ഓ, നല്ല പേരല്ലേ. സോ മന്യു, പറയൂ, എങ്ങനെയാണ് ശ്രീലക്ഷ്മിയുടെ വീണ ഈ ഒരു കരിയർ ചൂസ് ചെയ്തതിനെ പറ്റിയും പാട്ടുകൾ കേൾക്കാറുണ്ടോ? എങ്ങനെയാണ് മന്യുവിന്റെ ഒരു പെർസ്പെക്റ്റീവില്? ഞാനൊന്നാമത് പാട്ട് ആസ്വദിക്കുന്ന ഒരാളാണ്. ഞാനും ഒരു കൊല്ലത്തോളം പാട്ട് പഠിച്ചിട്ടുണ്ട്. പക്ഷെ പിന്നെ നിർത്തി. അങ്ങനെ അത് ചൂസ് ചെയ്യാൻ താല്പര്യമില്ലാത്തോണ്ടും നിർത്തേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ. കോളേജ് പിന്നെ അടിച്ചു പൊളിക്കാനുള്ള ആ സമയത്ത് പിന്നെ പാട്ട് അങ്ങനെ തോന്നിയില്ല. അപ്പൊ പിന്നെ വൈഫ് എന്തായാലും വീണ വായിക്കാറുണ്ട്. പണ്ട് തൊട്ട് തന്നെ നമ്മൾ മീറ്റ് ചെയ്തപ്പോ തൊട്ട് തന്നെ അറിയാം എന്താ വീണ വായിക്കാറുണ്ട് എന്നൊക്കെ. മന്യു ഒരു ഗ്രാഫിക് ഡിസൈനർ ആണല്ലേ? അതെ, ഞാൻ ബാംഗ്ലൂർ ഒരു ഫേമിൽ ഡിസൈനറായിട്ട് വർക്ക് ചെയ്യാണ്. ഞാൻ തുടങ്ങിയ ഡിസൈനറായിട്ടാണ്. ഇപ്പം ഇത് ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ നമ്മളിപ്പം നാട്ടിലാണ്. നിങ്ങൾ രണ്ടുപേരും കൂടി പെർഫോം ചെയ്തിട്ടില്ല? അതായത് താങ്കൾ പാട്ട് പാടുന്നു? ഞാൻ ഓൺലി ബാക്ക് സ്റ്റേജ് മാത്രമേ ഉള്ളൂ. ബാക്ക് സ്റ്റേജ് മാത്രമേ ഉള്ളൂ. ഞാൻ ക്യാമറയ്ക്ക് മുമ്പിൽ വരാറില്ല. ഇപ്പോഴാണ് ക്യാമറയ്ക്ക് മുന്നിൽ വന്നിരിക്കുന്നത് ഞങ്ങളുടെ റെഡ് കാർപ്പറ്റിലൂടെ. ആദ്യമായിട്ടാണ്. അടിപൊളി, അതിനൊരു വലിയ കൈയടി.